കാസർഗോഡ് ജില്ലയിലെ കുമ്പള ആരിക്കാടിയിൽ പ്രകൃതിയുടെ വശ്യമനോഹാരിത കൊണ്ട് സമ്പന്നമായ കുമ്പോൽ പുഴയോരത്ത് 6ാം നൂറ്റാണ്ടിന്റെ പ്രൗഢിയിലാണ് ബേളാരത്ത് പള്ളി. മതസൗഹാർദ്ദത്തിന്റെ ചരിത്രം പേറുന്ന ബേളാരത്ത് പള്ളി പേരും പെരുമയും ഒത്തിണങ്ങിയ പഴയകാല വാസ്തുവിദ്യയുടെ സമ്പന്നതയിൽ തന്നെയാണ് ഇന്നും നിലകൊള്ളുന്നത്. 650 വർഷങ്ങൾക്ക് മുൻപ് ആന്ത്രോത്ത് ദ്വീപിലെ ബേളാരത്ത് നിന്നും കച്ചവട ആവശ്യങ്ങൾക്കായി എത്തിയ സംഘം നിർമ്മിച്ച പള്ളി ആയതിനാലാണ് ഇത് ബേളാരത്ത് പള്ളിയെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ആന്ത്രോത്ത് ദ്വീപിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ദ്വീപിന്റെ പേരാണ് ബേളാരം. കുമ്പളയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കാർഷിക വിളകൾ ശേഖരിച്ച് കച്ചവട ആവശ്യങ്ങൾക്കായി ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതിനായിരുന്നു സംഘം കുമ്പോലിലെത്തിയത്. അന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ലഭിച്ചിരുന്ന ബംബ്രാണ പ്രദേശത്തു നിന്നും നെല്ല്, കൊപ്ര എന്നീ കാർഷിക വിളകളും ഉണക്കമീൻ, ശർക്കര എന്നിവയും മഞ്ചുമാർഗം വ്യാപാര ആവശ്യങ്ങൾക്കായി അവർ കൊണ്ടുപോയിരുന്നു. ഇവിടെ എത്തിയാൽ കച്ചവട സംഘം ദിവസങ്ങളോളം കുമ്പോലിലും പരിസരങ്ങളിലുമായി തമ്പടിച്ചിരുന്നു. നിസ്കരിക്കാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പുഴക്കരികിൽ അല്പം ഉയരമുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഒരു നിസ്കാര പള്ളി നിർമ്മിക്കുകയായിരുന്നുവെന്നതാണ് ചരിത്രം. വ്യക്തമായ ചില തെളിവുകൾ അടിസ്ഥാനമാക്കി ഈ പള്ളിക്ക് 650ലേറെ വർഷം പഴക്കമുണ്ടെന്ന് കുമ്പോലിന്റെ ചരിത്രരേഖകളുടെ പിൻബലത്തിൽ പഴമക്കാർ പറയുന്നു. എന്നാൽ 900 വർഷത്തെ പഴക്കമുള്ളതായും അഭിപ്രായമുണ്ട്. കാലങ്ങൾക്കിപ്പുറം ദ്വീപ് സംഘം പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചതായി അറിവില്ല. അവസാനം 3 വർഷം മുൻപ് ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും വന്ന ഏതാനും ചിലർ പള്ളി സന്ദർശിച്ചിരുന്നു. കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ 1959 വരെ അന്ന് നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റിയിരുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് നാശം നേരിട്ട് തുടങ്ങിയതോടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് കാണുന്ന തരത്തിൽ പള്ളി പുനർനിർമ്മാണം നടത്തിയത്. സമീപത്തെ 4 കുടുംബാംഗങ്ങളായിരുന്നു അടുത്ത കാലം വരെ പരിപാലനവും മറ്റും നടത്തി വന്നിരുന്നത്. പിന്നീട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോടെ കമ്മിറ്റിക്ക് കീഴിലാണ് പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പഴമയുടെ പെരുമ വിളിച്ചോതുന്നതോടൊപ്പം മതസൗഹാർദ്ദത്തിലെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങളും ബേളാരത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാലങ്ങളായി പ്രദേശത്തെ ഹിന്ദുമത വിശ്വാസികളും ഈ പള്ളിയെ ഏറെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. സ്റ്റോറി ഡെസ്ക്, റൈറ്റ് മീഡിയ.